ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ തെറ്റിച്ചെടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ചൊരു 4-5 വെറൈറ്റി തെറ്റിച്ചെടികളുണ്ട്. അപ്പോൾ ഇവരെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആദ്യത്തെ വെറൈറ്റി. ഇത് നല്ല പിങ്ക് പൂവാണ്. ഇതിൻ്റെ കുറ്റി തെറ്റിയും കിട്ടാറുണ്ട് കേട്ടോ ഈ പൂവിൻ്റെ. ഇത് പക്ഷേ ഇത്തിരി വലുതാവുന്ന ടൈപ്പാണ്. നല്ല പിങ്ക് പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ചെടി ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. ഒരു 2-3 വർഷം പ്രായമുള്ള ചെടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് തെറ്റിച്ചെടിയാണ് ഇത് കണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ഞാൻ ഒത്തിരി നാൾ ഇങ്ങനെ തിരക്കി നടന്നിട്ട് കടകളിലൊന്നും കിട്ടാതെ ഒരു വീട്ടിൻ്റെ മുന്നേ നിൽക്കുന്ന കണ്ട് അവരുടെ അടുത്ത് കമ്പ് ചോദിച്ച് വാങ്ങിച്ച് നട്ടിട്ട് ഒത്തിരി ദിവസം ഒരു വർഷത്തോളം എടുത്ത് ഇതിനകത്ത് പുതിയൊരു മുള വരാനും ഒക്കെ അത്രയും വെയിറ്റ് ചെയ്ത് വളർത്തിയെടുത്താണ് ഇത് ഒരെണ്ണം. ഇതിൻ്റെ എഡ്ജ് കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പാണ് എഡ്ജുകൾ. കൂർത്ത നമ്മളെ തെറ്റിച്ചെടിയെ പോലെ കൂർത്ത ഉള്ള ഒരു ഇത് പെറ്റൽസ് അല്ല ഇതിനുള്ളത്. നല്ല റൗണ്ടിൽ ഇങ്ങനെ ബോൾ പോലെയാണ് ഇത് വിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ഇതിൽ പക്ഷേ എന്തൊക്കെയോ പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ട് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് അടുത്തയാളും ഭയങ്കര ഫേവറേറ്റാണ്. ഇതെല്ലാം നാടൻ വെറൈറ്റികളാണ്. ഇത് ഞാനിതുപോലെ കൊണ്ട് നട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇത്തിരി അത്യാവശ്യം നമ്മൾ സാധാരണ റെഡ് കളറിനെക്കാട്ടിയും വലിപ്പം കൂടിയ പൂക്കളാണ്. അങ്ങനെ കൊണ്ട് നട്ട് ഇങ്ങനെ ക്ലിപ്പിച്ചെടുത്തതാണ്. ഇതും ഇപ്പോഴാണൊന്ന് മുളച്ച് വരുന്നത് നന്നായിട്ട്. കുറേ നാൾ ഇരുന്ന് മുളച്ചതാണിതും. രണ്ടാമത്തെ വെറൈറ്റി ഇതാണേ. അത് കഴിഞ്ഞിട്ടുള്ള ഇതിപ്പോൾ വാടി നിൽക്കുകയാണ്, എല്ലാം കാലം കഴിഞ്ഞ് പോയി. ഭദ്രകാളി തെറ്റി എന്നൊക്കെ പറയും ഇതിനെ. റെഡ് കളർ തെറ്റിയാണ്. ഇതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റിയാണ്. പക്ഷേ നോക്കൂ ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. ഇതും ഒരു തെറ്റിയാണ്, ഓറഞ്ചാണ്, കുറ്റി തെറ്റിയാണ്. ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത്. ഇതിൻ്റെ റെഡ് എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇപ്പോൾ പൂക്കളില്ല.